കാലിടറി മലയാള സിനിമ, നഷ്ടം 300 കോടി. ഇളക്കമില്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും. വർഷാന്ത്യം പടിയിറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടം. 5 സൂപ്പർ ഹിറ്റുകളുമായാണ് 2023 പടിയിറങ്ങുന്നത്. എന്നാൽ താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രഭാവം മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചയാണ്. 2022 പോലെ 2023 മമ്മൂട്ടി ആധിപത്യം തുടർന്ന വർഷമാണ്. റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് 100 കോടിയുടെ ബിസിനസ്സാണ് കൊയ്തെടുത്തത്. വർഷാവസാനത്തിൽ റിലീസ് ചെയ്ത ജീത്തു ജോസഫ് ചിത്രം നേര് മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുകയാണ്. അതേസമയം പോയ വർഷം മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം 210 ചിത്രങ്ങളാണ് 2023 റിലീസ് ചെയ്തത്. നിർമ്മാതാവിന് മുടക്കുമുതൽ ലഭിച്ചത് 13 സിനിമകൾ മാത്രം. ആകെ നഷ്ടം 300 കോടി രൂപ. നിർമ്മാതാവിനെ കടക്കെണിയിലാക്കിയ ചിത്രങ്ങളും ഒരു ഷോയിൽ പ്രദർശനം അവസാനിപ്പിച്ചതും പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പൈസ പോലും ലഭിക്കാത്തതുമായ സിനിമകൾ വരെയുണ്ട്. ജൂഡ് ആന്റണി ജോസഫിന്റെ 2018, റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്ക്വാഡ്, നഹാസ് ഹിദായിന്റെ RDX, ജിത്തു മാധവിന്റെ രോമാഞ്ചം, ജീത്തു ജോസഫിന്റെ നേര് എന്നിവയാണ് സൂപ്പർ ഹിറ്റുകൾ. അതേസമയം പുലിമുരുകനും ലൂസിഫറും സ്ഥാപിച്ച ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ 2018 പിഴുതെറിഞ്ഞു. നൻപകൽ നേരത്ത്, മയക്കം, നെയ്മർ, പ്രണയവിലാസം, പാച്ചും അത്ഭുതവിളക്കും, പൂക്കാലം, ഗരുഡൻ, ഫാലിമി, കാതൽ, മധുരമനോഹരം എന്നിവയാണ് ഹിറ്റുകൾ. ഡിസംബർ 29 നരേൻ മീര ജസ്മിൻ ചിത്രം ക്യൂൻ എലിസബത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകർ മാറ്റുരച്ച വർഷമാണ് പടിയിറങ്ങുന്നത്. തമിഴ് സിനിമകൾ മലയാളത്തിൽ വൻ ബിസിനസ് നടത്തിയ വർഷം കൂടിയാണ്. രജനികാന്തിന്റെ ജയിലർ, വിജയുടെ ലിയോ, SJ സൂര്യ വിശാൽ ചിത്രം ജിഗർദണ്ഡ, XX, ഷാരൂഖ് ഖാൻ ചിത്രങ്ങളായ ജവാൻ, പത്താൻ എന്നിവ മികച്ച കളക്ഷൻ നേടി. കേരളത്തിൽ നിന്ന് ജയിലർ 50 കോടി രൂപ ഷെയറാണ് നേടിയത്. മോഹൻലാലിന്റെ അതിഥിവേഷമാണ് കേരളത്തിൽ ജയിലറിന് വൻ സ്വീകാര്യത നേടിയതിനുള്ള മറ്റൊരു കാരണം. പ്രഭാസ്, പ്രശാന്ത് നീൽ, പൃഥ്വിരാജ് ചിത്രം സലാർ കേരളത്തിലും വിജയം നേടുന്ന കാഴ്ചയാണ്. ഇനി പുതുവർഷത്തിലാണ് മലയാള സിനിമയുടെ കണ്ണ്.